അന്ധതയെ തോൽപ്പിച്ച് +2 തുല്യതാ പരീക്ഷയിൽ വിജയം നേടി അബ്ദുൽ ഖാദർ. പഠനം തുടരുമെന്നും സൈക്കോളജിയിൽ ബിരുദം നേടാനാണ് ആഗ്രഹമെന്നും 71 വയസ്സുള്ള അബ്ദുൽ ഖാദർ പറയുന്നു. പൂന്താനം ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രയോക്താവ് എന്നാണ് അറിയപ്പെടുന്നത്. ഭക്തിപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ്. ഇദ്ദേഹത്തിന്റെ ഭക്തികാവ്യങ്ങൾ സന്താന ഗോപാലം, അതുപോലെ തന്നെ ഭാഷാകർണാമൃതം, ജ്ഞാനപാനൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. കീഴാറ്റൂർ കണ്യാല മാടത്തിങ്കൽ 71 വയസ്സുള്ള അബ്ദുൽ ഖാദറാണ് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുല്യതാ പരീക്ഷ എഴുതി വിജയം നേടിയത്. 2023 +2 പരീക്ഷ എഴുതിയെങ്കിലും എക്കണോമിക്സ്, ഹിസ്റ്ററി എന്നീ വിഷയങ്ങളിൽ തോറ്റുപോയി. എന്നാൽ അദ്ദേഹം പിന്മാറാൻ തയ്യാറായിരുന്നില്ല. തോറ്റുപോയ വിഷയങ്ങൾ 2024 എഴുതിയെടുത്താണ് വിജയിച്ചത്. ആദ്യമായി ബ്രെയിലി സാക്ഷരത എഴുതിയ അദ്ദേഹം സാക്ഷരതയിലൂടെയാണ് പൊതുവിദ്യാഭ്യാസത്തിലേക്ക് ചുവടുവയ്ക്കാൻ തുടങ്ങിയത്. തുടർന്ന് 4ാം തരവും 7ാം തരവും 10ാം തരവും തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ചു. തുടർന്നാണ് +1, +2 പരീക്ഷകൾ പൂർത്തിയാക്കിയത്. തുല്യതാ പഠന കേന്ദ്രം കോർഡിനേറ്റർ അഷറഫ് മണ്ണാർമലയും അധ്യാപകരും മികച്ച പിന്തുണ നൽകി. ഞാൻ ആദ്യമായിട്ട് സാക്ഷരത പഠിച്ചു. അത് ബ്രെയിലാണ് പഠിച്ചത്. എൻ്റെ ബ്രെയിൽ എഴുതി തന്നു. അതങ്ങനെ കൈ പിടിച്ചവർ എഴുതി തന്നു. അങ്ങനെ പഠിച്ചു. അങ്ങനെ 4ാം തരവും അങ്ങനെ തന്നെ ബ്രെയിൽ പഠിച്ചു. ബ്രെയിൽ പരീക്ഷ എഴുതി. 7ാം തരം സ്ക്രൈബ് വെച്ച് പഠിച്ചു. അത് അവർ ചോദ്യം വായിച്ചു തരും, ഞാൻ അങ്ങനെ ഉത്തരം പറഞ്ഞു കൊടുക്കും, അത് അവർ എഴുതും. അങ്ങനെ തന്നെ 10ാം തരവും അങ്ങനെ തന്നെ അവർ ചോദ്യം വായിച്ചു തരും, ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കും, അവർ എഴുതും. 11ാം ക്ലാസ്സിലും അങ്ങനെ തന്നെ, 12ലും അങ്ങനെ തന്നെയാണ്. ഞാൻ ബ്രെയിൽ പഠിച്ചു. പിന്നെ അങ്ങനെ തന്നെ അവർ വായിച്ചു തരും, ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കും, ആ കുട്ടി അത് എഴുതുകയും ചെയ്തു. എൻ്റെ മകളെ കുട്ടിയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് എല്ലാവർക്കും എനിക്ക് പഠിക്കാൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അധ്യാപകരും പ്രേരകന്മാരും എല്ലാം എനിക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനിയും എനിക്ക് ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ഡിഗ്രിക്ക് നമുക്ക് പോകാനാണ് ആഗ്രഹം. പിന്നെ സൈക്കോളജിക്കും ഉണ്ട്. ഏതാണ് എനിക്ക് സൗകര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കുട്ടിക്കാലത്ത് നഷ്ടമായ കാഴ്ച തിരികെ ലഭിക്കാൻ ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. 18 വയസ്സിനിടെ 9 ശസ്ത്രക്രിയകൾ നടത്തിയതിന്റെ ഫലമായി കണ്ണട ഉപയോഗിച്ച് ചെറിയ തോതിൽ കാഴ്ച ലഭിച്ചിരുന്നു. എന്നാൽ കാലക്രമേണ കാഴ്ച മങ്ങി. 2010 ശേഷം 3 ഓപ്പറേഷനുകൾ കൂടി നടത്തിയെങ്കിലും കണ്ണുകൾ വെളിച്ചത്തെ സ്വീകരിക്കാൻ പര്യാപ്തമായില്ല. എൻ്റെ മനസ്സ് ഇപ്പോൾ, എനിക്ക് പ്രായം 71 ഉണ്ടെങ്കിലും എൻ്റെ മനസ്സ് ഇപ്പോഴും ചെറുപ്പക്കാരനാണ്. എൻ്റെ മനസ്സ് യുവാവാണ്. വയസ്സ് കൊണ്ട് ആയിട്ടുണ്ട് എങ്കിലും വയസ്സ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോഴും പോകണം തന്നെയാണ്. ഡിഗ്രി എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഇപ്പോഴും ഉണ്ട്. സ്ക്രൈബിന്റെ സഹായത്തോടെയാണ് പരീക്ഷകൾ എഴുതിയത്. കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകാൻ സാധിക്കാത്തതിന്റെ വേദനയ്ക്കിടയിലും മതവിദ്യാഭ്യാസം നേടാനും ഇദ്ദേഹത്തിനായി. 25 വർഷത്തോളം മദ്രസ അധ്യാപകനായിരുന്നു. പഠനം തുടരുമെന്നും സൈക്കോളജിയിൽ ബിരുദം നേടാനാണ് ആഗ്രഹമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. CCN പെരിന്തൽമണ്ണ.